ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഷാനി വ്ളോഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു സിങ്കോണിയം ചെടി അതിൻ്റെ വെറൈറ്റികളൊക്കെയാണ് വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നത്. അതുപോലെ സിങ്കോണിയം ചെടി ഏതൊക്കെ രീതിയിൽ നമുക്ക് വളർത്തിയെടുക്കാം, ഏതൊക്കെ പോട്ടിലേക്ക് മാറ്റി വയ്ക്കാം, ഇൻഡോറായിട്ടോ ഔട്ട്ഡോറായിട്ടൊക്കെ വെക്കാൻ പറ്റിയൊരു വെറൈറ്റിയാണ് ഈ സിങ്കോണിയം ചെടികൾ. അപ്പോൾ അത്തരത്തിലൊരു നല്ലൊരു വെറൈറ്റിയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ പോട്ട് നിറയെ തിക്കായിട്ട് നിറയെ ചെടികൾ വളർന്നു വന്നിട്ടുണ്ട്. ഇതിൽ നമുക്ക് തൈകൾ മാറ്റിയെടുക്കുകയും ചെയ്യാം. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് നോക്കാം. അതുകൂടാതെ ഇതിൻ്റെ വെറൈറ്റികളും ഒന്ന് പരിചയപ്പെടാം. ഇത് സിങ്കോണിയത്തിൻ്റെ ബട്ടർഫ്ലൈ അലൂഷൻ ആണ്. ഇതേപോലെ തന്നെ പിങ്ക് ഉണ്ട്, ബെറി അലൂഷനൊക്കെ ഉണ്ട്. ഈ കാണുന്നതാണ് ബെറി അലൂഷൻ, സിങ്കോണിയം തന്നെയാണ്. ഇത് നിറയെ തിക്കായിട്ട് വളർന്നു വരുന്നുണ്ട്. നമ്മുടെ ഇലകൾ ആദ്യം മുതൽ ഒരു പിങ്ക് നിറത്തിലായിരിക്കും, പിന്നീട് കളർ ചേഞ്ച് വരികയാണ് ചെയ്യുക. ഇതാണ് പിങ്ക് വെറൈറ്റി. ലീഫുകളൊക്കെ കണ്ടാൽ അറിയാം നമുക്ക് നല്ല പിങ്ക് നിറത്തിലൊക്കെ തന്നെയാണ് വളരുക. തണ്ടുകളിൽ ചെറുതായിട്ട് ഒരു പിങ്കും ഗ്രീനും ടച്ച് കാണാം. അപ്പോൾ ഈ കാണുന്നത് സിങ്കോണിയത്തിൻ്റെ ഒക്കെ മറ്റ് വെറൈറ്റികളാണ്. നേരത്തെ കണ്ട വെറൈറ്റികളും. ചെടികളുടെയൊക്കെ ഒരു പ്രത്യേകത ഇത് വള്ളികളായിട്ട് വളർന്നു വരുന്നുള്ളതാണ്. ഇതിൻ്റെ അടിഭാഗത്ത് നോക്കിയാൽ കാണാം, നമുക്ക് നിറയെ വള്ളികൾ കാണാം. ഈ വള്ളികളാണ് നമ്മൾ തൈകളാക്കി മാറ്റിയെടുക്കുന്നത്. അത് കട്ട് ചെയ്തിട്ട് ഇലകളടക്കം നമ്മൾ കട്ട് ചെയ്തിട്ടാൽ മതി. അതിൽ നിന്നൊക്കെ ഓരോ തൈകൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇതും അതേപോലെ തന്നെ സിങ്കോണിയത്തിൻ്റെ ചെറിയ ഇലകളുള്ള നല്ലൊരു വെറൈറ്റിയാണ്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ നമുക്കൊരു പോട്ടിലേക്ക് മാറ്റി വയ്ക്കാമെന്നുള്ളത് നോക്കാം. അപ്പോൾ ഈ ഒരു പോട്ടിലേക്കാണ് നമ്മൾ ഈ സിങ്കോണിയത്തിൻ്റെ യെല്ലോ വെറൈറ്റി വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ പോട്ട് റിമൂവ് ചെയ്യണം. പോട്ടിൽ നിന്ന് ചെടികളൊക്കെ മാറ്റാനുണ്ട്. ഇപ്പോൾ പോട്ടിലുള്ളത് ഫിലോഡെൻഡ്രോൺ ചെടികളാണ്. ഫിലോഡെൻഡ്രോണിൻ്റെ 2 വെറൈറ്റികളുണ്ട്. അത് ഏകദേശം അതിൻ്റെ ഇലകളൊക്കെ മഞ്ഞ നിറത്തിലായി തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ ഭരണിയിലാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പം ഇതൊന്ന് പൂർണ്ണമായിട്ട് മാറ്റിയിട്ട് ഇതിലേക്കാണ് നമ്മൾ പ്ലാന്റ് വെച്ച് കൊടുക്കുന്നത്. ഈ ചെടി മൊത്തമായിട്ട് നമ്മൾ ഈ ഭരണിയിൽ നിന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. നിറയെ വേരുകളും ഒക്കെ ആയിട്ട് തെങ്ങി നിൽക്കുകയായിരുന്നു. നമ്മൾ മണ്ണ് ഇട്ട് കൊടുത്ത് വളർത്തിയെടുത്തതാണ്. അപ്പം ഭരണി ക്ലിയർ ആക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിത് സിങ്കോണിയത്തിൻ്റെ തൈ വെച്ച് കൊടുക്കാം. ഈ ഒരു ചെടിയിൽ നിന്ന് തന്നെ നമ്മളൊരു പ്ലാന്റ് വേരടക്കം നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അടിവശത്ത് നിറയെ തൈകൾ കാണുന്നുണ്ട്. അപ്പോൾ അതൊന്നൊരു തൈ നമ്മളെടുത്തിട്ട് ഈ പോട്ടിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. പോട്ടി മിക്സ് എടുത്ത് വെച്ചിട്ടുണ്ട്. ചാണകപ്പൊടിയും മണ്ണും, നമ്മൾ കുറച്ച് വേണമെങ്കിൽ മണലും മിക്സ് ചെയ്യാം. അതുകൂടാതെ കോക്കോപ്പീറ്റ് അല്ലെങ്കിൽ ഇതേപോലെ ചകിരി തൊണ്ട് മുറിച്ചത്, കുറച്ച് മരക്കരി, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ സിങ്കോണിയം നടാൻ വേണ്ടിയിട്ട് എടുക്കുന്നത്. അപ്പോൾ നമുക്കിതൊന്നൊരു തൈ കട്ട് ചെയ്തെടുക്കാം. നമ്മളിതേപോലെ വളർത്തിയെടുത്തൊരു തൈയാണ് ഈ കാണുന്നത്. ഒരു തൈ നമ്മൾ ഈ ഒരു ഭാഗത്തുനിന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. വേരോടൊക്കെ തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ചെടി നമുക്ക് പോട്ടിലേക്ക് വെച്ച് കൊടുക്കാം. ആദ്യം തന്നെ നമുക്ക് കുറച്ച് മണ്ണ്, അതുകൂടാതെ ചകിരിച്ചണ്ടി, കുറച്ച് മരക്കരി ആ രീതിയിൽ മിക്സ് ചെയ്ത് പോട്ടൊന്ന് 3/4 ഭാഗത്തോളം നമുക്ക് ഫില്ല് ചെയ്തെടുക്കാം. അപ്പോൾ ചട്ടി ഏകദേശം ഫില്ല് ചെയ്തിട്ടുണ്ട്. നമുക്ക് സിങ്കോണിയം ചെടികൾക്ക് പൊതുവെ ഒരു തണുപ്പ്, അപ്പോൾ അധികം വെയിലിൻ്റെ ആവശ്യമില്ലാത്ത ചെടികളാണ്. അപ്പോൾ അതിനനുസരിച്ചാണ് നമ്മൾ പോട്ടിങ് തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ വേരുകളുള്ള തൈ തന്നെയാണ് വെച്ചെടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എന്തായാലും നമുക്ക് ഈ ഒരു ചെടി ഇതിലേക്ക് പിടിച്ച് കിട്ടും. ഈ രീതിയിൽ തന്നെ നമുക്ക് സിങ്കോണിയം ചെടി ഏത് വെറൈറ്റി ആയാലും നട്ടെടുക്കാനും സാധിക്കുകയും ചെയ്യും. ഇനി ഈ പോട്ടിൽ ഈർപ്പം നിലനിൽക്കുന്ന രീതിയിൽ നമുക്ക് ഒന്ന് വെള്ളമൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം. അധികം വെള്ളത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. നമ്മൾ ഈ പോട്ടിങ് അതിനനുസരിച്ച് സെറ്റ് ചെയ്തെടുത്തതാണ്. വീഡിയോ എത്ര മാത്രം. വീഡിയോ നമുക്ക് ഉപകാരപ്രദമായി വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.